ബട്ട് എക്സാക്ട്ലി ജ്യൂസ് സ്ട്രീറ്റിലാണ്, ജ്യൂസ് സ്ട്രീറ്റ് എറണാകുളം. അപ്പം നമ്മൾ പപ്പയ്ക്ക് ഒരു വി ഹാവ് ടു ബൈ ഒരു ഗ്യാസ് സ്റ്റവ് മേടിക്കണം, പിന്നെ ഒരു വാട്ടർ ഫിൽറ്ററും മേടിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് എ വേൾഡ് ഫുൾ ഓഫ് ഗ്യാസ് സ്റ്റവ്, നോട്ട് ഗ്യാസ് സ്റ്റവ്. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ ആക്ച്വലി. സ്റ്റൗ ആണ് ഇവിടെ ഇരിക്കുന്ന മെജോറിറ്റി. പിന്നെ ഫാൻസ് ഉണ്ട്, പെഡസ്റ്റൽ ഫാൻ. ഇപ്പം ഈ ജ്യൂസ് സ്ട്രീറ്റിലൊക്കെ വന്നാൽ നമുക്ക് കുറച്ച് ലാഭത്തിന് സാധനങ്ങൾ എടുക്കാമെന്നാണ് എൻ്റെ മമ്മി പറയുന്നത്. എൻ്റെ മമ്മിക്ക് പണ്ട് ബ്രോഡ്വേയിൽ നമ്മുടെ ക്ലോത്ത് ബസാർ റോഡിലൊക്കെ ഈ സ്റ്റോൾസ് പോലത്തുള്ള കുറേ കടകളുണ്ടായിരുന്നു. തുണിക്കടകൾ, കിച്ചൺ സാധനങ്ങൾ, ഫാൻസി ജ്വല്ലറി, അങ്ങനെ കുറേ കടകളുണ്ടായിരുന്നു. സോ മമ്മി നോസ് ദിസ് പ്ലേസ്, ഷീ നോസ് ദ വേ ആൻഡ് ഓൾ. അപ്പം നമ്മളിന്ന് ഫസ്റ്റ് പോയത് ടുട്സിക്ക് ഒരു കമ്പ്യൂട്ടർ ഗ്ലാസ് മേടിക്കാനാണ്. ബേബിയുടെ പഴയ ഗ്ലാസിൻ്റെ ഫ്രെയിം എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ലെൻസ് വെച്ചത്. സോ ഹി വാണ്ടഡ് എ ന്യൂ വൺ. പവർ ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമില്ല, ചേഞ്ചസ് ഒന്നുമില്ല. അപ്പം പിന്നെ അവർ തന്നെ പറഞ്ഞു പവർ ഗ്ലാസിൻ്റെ ആവശ്യമില്ല, നമുക്കൊരു പ്ലെയിൻ ഗ്ലാസ് തന്നെ മതി, കമ്പ്യൂട്ടർ സ്പെക്സ് മതി എന്ന്. നമ്മൾ ഫസ്റ്റ് ലെൻസ് കാർട്ടിലാണ് പോയത്. അതിൽ കുറച്ച് ബിറ്റ്സ് ഞാനിടാം. ഇലക്ട്രിക് കെറ്റിൽ നോക്കൂ, കെറ്റിൽ, ലാംപ്സ്, മിക്സി, എവറിത്തിങ് ഇസ് ഹിയർ. ഇവിടെ തന്നെ ഒരു കുറേ കടകളുണ്ട് കേട്ടോ. സോ മമ്മി എനിക്ക് തോന്നുന്നു എൻ്റെ മമ്മി ഇവിടെ നിന്ന് എന്തോ മിക്സിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ കടയിൽ കയറി. ഇതിൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ കാണിച്ചു തരാം. അവരപ്പോൾ അവിടെ തീരുമാനിക്കുകയാണ് ഏത് സ്റ്റൗ എടുക്കണം എന്നൊക്കെ. നമ്മൾ ഈ കെറ്റിൽ മേടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ബട്ടർഫ്ലൈയുടെ സ്റ്റൗ മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഷോപ്പർ കൂടെ മേടിച്ചിട്ടുണ്ട്. കടയുടെ പേര് വനിത മാർക്കറ്റ്. അപ്പുറത്തും ഒക്കെ കുറേ ഷോപ്സ് ഉണ്ട്. പിന്നെ ഇവിടെ മെയിൻലി എനിക്ക് ഈ LED ലൈറ്റ്സിൻ്റെ കുറേ ഷോപ്സ് കാണാനുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി സാറ്റർഡേ ഇപ്പോൾ ഒരു 8 മണി കഴിഞ്ഞു, അതുകൊണ്ട് കുറേ ഷോപ്സൊക്കെ ക്ലോസ് ചെയ്തു. ഇവിടെ മിക്കയിടത്തും ഈ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്. അപ്പം നമുക്ക് ഇച്ചിരി ഒരു ഹോൾസെയിൽ പ്രൈസിനൊക്കെ സാധനങ്ങൾ കിട്ടും, വിച്ച് ഈസ് ഗുഡ്. നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ മലബാർ ചിപ്സ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി ഷോപ്സ് ആണ്. ലൈക്ക് ചിപ്സ്, ഹലുവ, ചക്ക വറുത്തത്, എനിത്തിങ് നല്ല പ്രൈസിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം കിട്ടും. അതുണ്ട്. ഞാനൊക്കെ ചെറുപ്പത്തിൽ തൊട്ട് ഇവിടെ നിന്ന് മേടിക്കുന്നതാ മമ്മി. ഇത് കറക്റ്റ് ബ്രോഡ്വേയുടെ ഉള്ളിലെ ഒരു ജംഗ്ഷനിലായിട്ടാണ്. നമ്മൾ ജ്യൂസ് സ്ട്രീറ്റിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുള്ള ജംഗ്ഷനിലായിട്ടാണ് വരുന്നത്. നമ്മൾ കാലിക്കറ്റ് ഹൽവ ആൻഡ് ബേക്കറിയിലാണ് വന്നേക്കുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ എപ്പോഴും മേടിക്കുന്നത് ഫ്രഷ് ചിപ്സ്. എല്ലാം നല്ല ഫ്രഷ് ആയിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ആസ് യു കെൻ സീ. ബ്ലാക്ക് ഹലുവ വെരി നൈസ്. ലഡു ഒക്കെ ആ കാണുന്നതാണ് നമ്മുടെ കാലിക്കറ്റും മലബാർ ചിപ്സിൻ്റെ ഓളൊക്കെ അവിടെയാണ്. നമ്മളിപ്പോൾ വെറുതെ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. ഒരു ഫിൽറ്റർ വേണമെന്നുണ്ടായിരുന്നു, വാട്ടർ ഫിൽറ്റർ. അത് ബ്രോഡ്വേയുടെ ഉള്ളിലോട്ട് പോലെ കിട്ടണമെന്ന് പറയുന്നത്. സോ ലെറ്റ്സ് വെറുതെ നടക്കാം. നമ്മളപ്പോൾ ഒന്ന് പെൻറ്റാമേനെങ്കിൽ വന്നത് ഒരു സ്ക്രീൻ കാർഡ് ഒട്ടിക്കാൻ. നമ്മുടെ സ്ഥിരം കട ഏഷ്യാന സംതിങ് അത് അടച്ചുപോയി. നമ്മളിപ്പോൾ വേറൊരു കടയിൽ
അപ്പൊ നമ്മൾ വി ആർ ഗോയിങ് ഫ്രം പെൻറ്റാന്ന് തന്നെയല്ലേ, പെൻറ്റ മേനക. ഓക്കെ, അപ്പൊ മമ്മിമാരൊക്കെ കാറിൽ തന്നെ ഇരുന്നേച്ചത്. നമ്മൾക്ക് എന്തായാലും ലെറ്റ്സ് ഗോ വീട്ടിലോട്ട്. ആകെ ഫിൽറ്റർ ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും കിട്ടിയായിരുന്നു നമുക്ക്. അതും നല്ല നല്ല ലാഭത്തിനാണ് എല്ലാ സാധനങ്ങളും കിട്ടിയത്. നമ്മൾ പോയ കാലിക്കട്ടിൻ്റെ ബേക്കറിയിൽ എന്താ 1 കിലോ ലഡുവിനൊക്കെ 60 rupees ഉള്ളൂ. എന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. എനിക്കൊന്നും കുറേ ഫോറിനേഴ്സൊക്കെ അവിടുത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് ആക്ച്വലി. ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ എനിക്ക് നാളായിട്ട് ഞാൻ ഇവിടെ ഗൈസ് നമ്മൾ സൗത്ത് സൈഡിലാണ്. നമ്മൾ അന്ന് ലാസ്റ്റ് വന്നില്ലേ, അപ്പോൾ ഇവിടുന്ന് എനിക്ക് ലോഡഡ് ഫ്രൈസ് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. യോഗി പറഞ്ഞു ഇറ്റ് വാസ് വെരി ഏതാ. അപ്പോൾ നമ്മൾ ഒരു ലോഡഡ് ഫ്രൈസും 2 സോസും ബൗളും 1 ഹോട്ട് ഡോഗും വന്നിട്ടുണ്ട്. മമ്മിയുണ്ട്. മമ്മിക്ക് അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം പാർസലാണ് പറഞ്ഞു. 1 ഹോട്ട് ഡോഗ് ഇവിടുന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഗൈസ് പ്രാവുകളൊക്കെ ഉണ്ടോ? പ്രാവല്ലേ അത്? അവിടെ വളർത്തുന്നാന്ന് തോന്നുന്നു. നമുക്ക് ഷെയർ ചെയ്ത് ബാക്കി പാർസൽ എടുക്കാം. അഭിപ്രായം പ്ലീസ്. സോസേജോടെ അടിപൊളി. സോസേജ് കഴിക്കണം. അപ്പോൾ നമ്മൾ അന്ന് കുടിച്ച ഗ്രേപ്പ് ഡ്രിങ്ക് നമ്മൾ മേടിച്ചായിരുന്നു. ജസ്റ്റ് ഓൺലി 40 rupees. ഇത് കുടിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഗ്രേപ്പിന്റെ ടാങ്കിൽ ആ ഒരു ഫീൽ. നമ്മളിപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ബാക്കിയെല്ലാം പാർസലാണ്. ഹോട്ട് ഡോഗ് വെറുതെ 100 rupees. സൂപ്പർ അല്ലേ? നല്ല ഇവരുടെ സോസേജ് എന്തോ ഹോം മെയ്ഡ് സംഭവമാണ്. വിച്ച് ഇസ് വെരി നൈസ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ലോഡഡ് ഫ്രൈസ്. ഇറ്റ്സ് ലുക്കിംഗ് സോ യം. പിന്നെ നമ്മുടെ സോസേജ് പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അത് തന്നെയാണ് നമ്മൾ അന്ന് കഴിച്ചത്. ബട്ട് ദ ലോഡഡ് ഫ്രൈസ്, വാവ്, ഇറ്റ്സ് വെരി ലോഡഡ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ദേ കാസ കിച്ചണിൽ നാരങ്ങവെള്ളം കുടിക്കാൻ പോകുന്നതാണ്. വെൽക്കം ബാക്ക് അല്ല, ഞാൻ ആക്ച്വലി ഇത് ഇന്നലത്തെ വീഡിയോയുടെ ഒപ്പം ചേർക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ എനിക്ക് കുറച്ച് നാണം വരുന്നുണ്ട്, ബിക്കോസ് ഇവിടെ ഫുൾ തിരക്ക്. അയ്യോ, ടുച്ചിയുടെ എല്ലാം കണ്ട്. യു ആർ ഹാൻസം. എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതിൻ്റെ ഷോർട്ട്സ് ഇടാം. ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ കുറേ നാളായിട്ട് വാങ്ങിച്ച് വെച്ചിട്ട് ഇതുവരെ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് വെച്ച് വെച്ചു. പക്ഷേ ഇതിൻ്റെ സ്മെൽ ഇസ് വെരി ഓഡ്. ഒരു ടോണിക് പോലത്തെ ഒരു സ്മെൽ, അതെനിക്കിഷ്ടമില്ല. ദ കളർ ഇസ് നൈസ്. നമ്മളപ്പോൾ നമ്മുടെ കാസ കിച്ചണിൽ നിന്ന് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോണിയാണ്. ഇവിടെയാണ് നമ്മുടെ എൻഗേജ്മെൻറ്റിന് നമ്മൾ പഠിക്കുന്നത്. ഫോർ ടേക്കിംഗ് ഫോട്ടോസ് ആൻഡ് ഓൾ. അപ്പം നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ബേബിയുടെ
ഐ വാച്ചിന് ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കണം എന്ന് പറഞ്ഞു. So, എവിടുന്നാ വരുന്നു കിട്ടുമെന്നറിയില്ല, നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുന്നു. ഞങ്ങൾ ആക്ച്വലി വേറെ എവിടെയും പോയില്ല, ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് മഴ നനഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു വന്നാൽ പിന്നെ കുറച്ചിങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി റെയിനൊക്കെ ഉള്ള സമയത്ത് ഫോർട്ട് കൊച്ചി ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഞങ്ങൾക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു സ്ഥലമാണ്. ഐ എം നോട്ട് ജോക്കിങ്, ഐ എം നോട്ട് സേയിങ് ദിസ് ബിക്കോസ് ഐ എം സ്റ്റേയിങ് ഹിയർ. ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഒരു വർഷം മാത്രം ഫോർട്ട് കൊച്ചിയിൽ താമസിച്ചിട്ടുള്ളൂ. ഐ റിയലി ലൈക്ക് ഇറ്റ്, ഐ ജെന്യുവൻലി ലവ് ഇറ്റ്. കാരണം ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെയാണ് ഒരു ഭംഗി. കുറേ ആൻഷ്യൻ ബിൽഡിങ്സ് ഉണ്ട്. ഈവൻ നമ്മുടെ പള്ളിയാണെങ്കിലും എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ. പള്ളിയുടെ ഒരു ക്ലിപ്പ് ഞാൻ ഈ വീഡിയോയുടെ ഇന്നത്തെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ എടുത്തിട്ടുണ്ട്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള കുറേ ജയൻ ട്രീസ്, അതായത് വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങൾ. ഇറ്റ്സ് സച്ച് എ വൈബ് ആക്ച്വലി. സോ നമ്മളപ്പോൾ ഒന്ന് വീടിൻ്റെ ആ ഒരു വഴിയിലൊക്കെ കൂടി കുറച്ച് റൗണ്ട് അടിച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ വി ഹാവ് വർക്ക് ടുമോറോ. നേരത്തെ കിടക്കണം, പക്ഷെ എന്നാലും എനിക്ക് കുറച്ച് ഡാൻസ് വീഡിയോസ് എടുക്കണം എന്നുണ്ട്. ഞാൻ എപ്പോഴും വീക്കെൻഡ്സിലാണ് ഡാൻസ് വീഡിയോസ് എടുക്കാറ്, കാരണം സമയം കിട്ടാറില്ല. അപ്പം ഞാൻ മാക്സിമം നോക്കുമ്പോൾ ഒരു 2-3 ഡാൻസ് പഠിച്ചിട്ട് എടുത്താൽ അത്രയും നല്ലതെന്ന് വിചാരിക്കും. പക്ഷെ ഇന്ന് എനിക്ക് മടിയുമാവും ചില സമയത്ത്. പക്ഷെ എന്നാൽ ഐ ഓൾസോ വാണ്ട് ടു ഡു. എനിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ഹോബീസ് ഡാൻസിങ്. ഐ ലവ് ഇറ്റ് വെരി മച്ച്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ വ്ളോഗ്സ് പോലും എനിക്ക് ഇടയ്ക്ക് ക്രിഞ്ച് ഫീൽ ചെയ്യും. പക്ഷെ എൻ്റെ ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആകെ ഇഷ്ടമുള്ളത് എൻ്റെ ഡാൻസ് ഐ ഗെസ്. സോ ഐ വോണ്ട് ടു ടേക്ക് സം ഡാൻസ്, ബട്ട് ഐ എം നോട്ട് ഷുവർ. കാരണം സിമ്പിൾ സാധനങ്ങളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിച്ച് 5 മിനിറ്റ് കൊണ്ട് പഠിച്ച് ഒരു 10 മിനിറ്റ് കൊണ്ട് വീഡിയോ എടുത്തൊക്കെ നിർത്താം. പക്ഷെ ചിലത് സീരിയസ് കൊറിയുള്ളതാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. പക്ഷെ ഞാനൊരു എഫേർട്ട് ഇട്ട് എനിക്ക് പറ്റും, എനിക്കറിയാം. ലെറ്റ് മീ സീ, ഐ എം നോട്ട് ഷുവർ. നമുക്ക് എന്തായാലും നോക്കാം. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് കിടക്കും. സോ ഐ തോട്ട് ഐ ജസ്റ്റ് എൻഡ് ദ വ്ളോഗ് ഹിയർ. ഇതും ഒരു സ്മോൾ വീഡിയോ ആയിരിക്കും. ഇന്നലത്തെ കുറച്ച് ഷോർട്സും ഇന്നത്തെ കുറച്ച് ഷോർട്സും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡു കമൻറ്റ്, ഐ വിൽ ഡു ഇറ്റ്. ഞാനിപ്പോൾ മിക്കപ്പോഴും വീക്കെൻഡ് വ്ളോഗ്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. വി ബോത്ത് ഹാവ് വർക്ക്. വി ബോത്ത് അല്ല, ഈ വീട്ടിലെ എല്ലാവർക്കും ജോലിയുണ്ട്, മമ്മിക്കും ഉണ്ട്, എല്ലാവർക്കും. സോ നമ്മൾ വീക്കെൻഡാണ് ഫ്രീ ആകുന്നത്. അപ്പോഴാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നത്. എല്ലാവർക്കും സാറ്റർഡേ സൺഡേ ആണ് ഓഫ്. അപ്പോഴാണ് വീഡിയോസ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് മിക്കതും വീക്കെൻഡ് വ്ളോഗ്സ്. പക്ഷെ അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഡു കമൻറ്റ്, ഐ വിൽ മേക്ക് ഷുവർ ഐ വിൽ ഡു ഇറ്റ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ലോട്ട്സ് ഓഫ് ലവ് ടു ഓൾ ഓഫ് യു. ബൈ ബൈ.